ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്നു വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം 1201 മലയാള വർഷ ചിങ്ങമാസ തിരുവോണ ഫലമാണ് ഞാൻ പറയുന്നത്. ചിങ്ങമാസ തിരുവോണ ഫലം ഇത് പൊതുവെയുള്ള ഒരു സാമാന്യ ഫലമാണിത് ഇവിടെ പറയുന്നത്. ഈ നക്ഷത്രക്കാർ അവരുടെ ജാതകം കൂടി ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. മകരക്കൂറിന്റെ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. മകരക്കൂർ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. ഇത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാൻ ഇടയുള്ള ഒരു സമയമാണ് ഈ മാസം. ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം. ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധ ആവശ്യമാണ്. ശാരീരിക പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശാരീരികമായി പ്രശ്നങ്ങൾ ഉണ്ടാകും. മനക്ലേശത്തിന് ഇടവരാൻ സാധ്യതയുണ്ട്. മനസ്സിന് ഒരു സമാധാനം കിട്ടില്ല. മനക്ലേശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. സഹോദരങ്ങളിൽ നിന്ന് ഗുണം കിട്ടിയെന്നും വരില്ല. ഇവരെ സംബന്ധിച്ച് സഹോദരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണങ്ങൾ കിട്ടാൻ സാധ്യത കുറവാണ്. ധൈര്യപൂർവമായ പ്രവർത്തനങ്ങൾ നേട്ടത്തിലെത്തിക്കും. എന്നാൽ ഇവര് ധൈര്യപൂർവം എന്ത് കാര്യത്തിൽ ഇടപെട്ട് അതിനുവേണ്ടി ശ്രമിച്ചാൽ അത് നേട്ടത്തിലെത്താനും ഉള്ള ഒരു സമയമാണ് ഈ മാസം. കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. ഈ നക്ഷത്രങ്ങൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് വിദ്യാർത്ഥികളായ ഇവർക്ക് വിജയമുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മത്സരങ്ങളിലും പരീക്ഷകളിലും ഇവർക്ക് വിജയിക്കാൻ സാധിക്കും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരി. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. കുടുംബകലഹത്തിനിടവരാതെ നോക്കേണ്ടത് ആവശ്യമാണ്. കുടുംബകലഹത്തിനിടവരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിനും സാധ്യത കാണുന്നുണ്ട്. അവർക്ക് ഉപരിപഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള സമയം ഈ സമയം നല്ലതാണ്. ധനപരമായി നേട്ടമുണ്ടാകുമെങ്കിലും ഇവരെ സംബന്ധിച്ച് ധനപരമായി നേട്ടമുണ്ടാകുമെങ്കിലും അധിക ചെലവ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ മാസം അധിക ചെലവ് വരാൻ സാധ്യതയുണ്ട്. ധനപരമായി നേട്ടങ്ങളും ഉണ്ടാകാം. മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ജന്മശനിയുടെ സമയമാണ്. 7ര ശനിയാണ്. അതോടൊപ്പം ജന്മശനിയുടെ സമയമാണ്. ഇവരുടെ പ്രവർത്തികളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ അല്ലെങ്കിൽ കർമ്മങ്ങളിൽ ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. കുടുംബ ചിലവുകൾ ബുദ്ധിമുട്ടില്ലാതെ നടക്കും. എന്നാൽ കുടുംബപരമായ ചെലവുകൾ ബുദ്ധിമുട്ടില്ലാതെ നടക്കാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ, ചില ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ദൈവാനുഗ്രഹത്തിന് ഇടവരുന്ന ഒരു സമയമാണ്. കുടുംബസംബന്ധമായി ദൈവാനുഗ്രഹം കിട്ടേണ്ട ഒരു സമയമാണ് ഇവർക്ക് ഈ മാസം. ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഈശ്വരവിശ്വാസം വർദ്ധിക്കാം. പിന്നെ സാമ്പത്തിക നില ഭദ്രമായിരിക്കും.
സാമ്പത്തികപരമായിട്ട് ഈ മാസം മെച്ചപ്പെട്ട സമയമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നില ഭദ്രമായിരിക്കാനും സാധ്യതയുണ്ട്. വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.